സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അദ്ദേഹത്തിന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു. ലോകേഷും രജനിയും ഒന്നിക്കുന്ന പുതിയ ചിത്രമായ കൂലി സിനിമയുടെ ഭാഗത്തുനിന്ന് ഇന്നൊരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. രജനിയുടെ ദേവ എന്ന ക്യാരക്ടറിൻ്റെ ഒരു ടീസറോ അല്ലെങ്കിൽ ഗ്ലിംസോ ആണ് ആരാധകർ പ്രതീക്ഷിച്ചത്. കമൽഹാസൻ്റെ ബർത്ത്ഡേ ദിവസം വിക്രം സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഗ്ലിംസ് പുറത്തു വിട്ടിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വൈബിലുള്ള ഒരു വീഡിയോ കണ്ടന്റ് ആയിരിക്കും കൂലി സിനിമയുടെ ഭാഗത്തുനിന്നും പുറത്തു വരുന്നതെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. എന്നാൽ സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു സോങ് ടീസറാണ്. രജനിയുടെ ഒരു സ്വാഗും സ്റ്റൈലും ഒക്കെ തന്നെയാണ് ഈ ഒരു സോങ്ങിൽ കാണുന്നത്. സോങ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. രജനിയുടെ ചില ഡാൻസ് നമ്പേഴ്സൊക്കെ നമുക്ക് ഈ ഒരു സോങ്ങിൽ കാണാം. വേട്ടയൻ സിനിമയിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു രജനിയുടെ സ്വാഗും കാര്യങ്ങളൊക്കെ ജയിലർ 2ലും അതുപോലെ ഈ ഒരു കൂലി സിനിമയിലൊക്കെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂലി സിനിമ തമിഴ് സിനിമയിലെ ആദ്യ 1000 കോടി ചിത്രമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ കൂലി സിനിമയിൽ ഇപ്പോൾ ആമീർ ഖാനും ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. ജയ്പൂരിൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷമാണ് കൂലി സിനിമയുടെ റിലീസ്. കമൽഹാസൻ്റെ ഒരു ഫാൻ ബോയ് ആണ് ലോകേഷ് എന്ന് നമുക്കറിയാം. കമൽഹാസന് വേണ്ടി എങ്ങനെയാണ് ഒരു ഫാൻ ബോയ് ചിത്രം ഒരുക്കുന്നത്, അതുപോലെ തന്നെയാണ് രജനിക്ക് വേണ്ടി കൂലിയും ഒരുക്കുന്നതെന്ന് ലോകേഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്തായാലും രജനിയുടെ കരിയറിൽ ജയിലർ 2 പോലെ തന്നെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് കൂലി. കൂലിയും ജയിലർ 2 ഒക്കെ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമകളാണ്. അപ്പോൾ ജയിലർ 2ൻ്റെ അപ്ഡേറ്റ് ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ജയിലർ 2 സിനിമയുടെ പ്രൊമോ വീഡിയോ അടുത്ത മാസം, അതായത് ന്യൂ ഇയറിന് ഇറക്കാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. ഈ 2 സിനിമകളിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന രജനി ചിത്രം ഏതാണ്? കൂലിയാണോ ജയിലർ 2 ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.